ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മൾ മുമ്പ് ഓൾറെഡി പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് with which a particular sphere is in contact is known as the coordination number. അതായത് ഒരു സ്പിയർ എടുത്തു നമ്മൾ, ആ സ്പിയറിനെ ടച്ച് ചെയ്ത് എത്ര നമ്പർ ഓഫ് സ്പിയേഴ്സ് ഉണ്ട് അത്രയും നമ്പർ തന്നെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. അപ്പോൾ ഒരു സ്പിയർ എടുത്തു, അതിനെ ടച്ച് ചെയ്ത് എത്ര സ്പിയേഴ്സ് ഉണ്ട് അതിൻ്റെ എണ്ണത്തിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. In case of ionic solids, number of oppositively charged ion that surrounds a particular ion is known as the coordination number. അപ്പോൾ നമ്മൾ അയണിക് സോളിഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയോൺസ് ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഒരു പെർട്ടിക്കുലർ അയോണിന് ചുറ്റി എത്ര ഉണ്ട് അത്രയും നമ്പറിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം ഓഫ് എൻ അയണിക് സോളിഡ്. പിന്നെ അടുത്തത് വോയിഡ്സ്. വോയിഡ് ഇസ് ദി എംപ്റ്റി ഓർ വേക്കൻറ്റ് സ്പേസ് ഫോംഡ് ബിറ്റ്വീൻ ദി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. വോയിഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുണ്ടാവുന്ന സ്പേസ് അല്ലെങ്കിൽ ആ എംപ്റ്റി അല്ലെങ്കിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്പേസിനെയാണ് വോയിഡ് എന്ന് പറയുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിഡ്സ് ഉണ്ട്, കുറേ ടൈപ്പ് വോയിഡ് ഉണ്ട്. 4 മെയിനായിട്ടുള്ളത്: ട്രയാങ്കുലർ വോയിഡ്, ടെട്രാഹീഡ്രൽ വോയിഡ്, ഒക്ടാഹീഡ്രൽ വോയിഡ്, ക്യൂബിക് വോയിഡ്. ട്രയാങ്കുലർ വോയിഡ്, ടെട്രാഹീഡ്രൽ വോയിഡ്, ഒക്ടാഹീഡ്രൽ വോയിഡ്, ക്യൂബിക് വോയിഡ്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് വോയിഡ്സ് ആണ് ഉള്ളത്. അതിൽ ട്രയാങ്കുലർ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് ഫോംഡ് ബൈ ദ 3 സ്പിയേഴ്സ് വെൻ വി ജോയിൻ ദ സെൻറ്റർ വി ഗെറ്റ് എ ട്രയാങ്കിൾ. അതായത് 3 സ്പിയേഴ്സ് എടുത്തു, 3 സ്പിയേഴ്സിനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അറേഞ്ച് ചെയ്ത് അവരുടെ സെൻറ്ററൊക്കെ ജോയിൻ ചെയ്താൽ നമുക്കൊരു ട്രയാങ്കിളൊക്കെ കിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ വെച്ചാൽ ഒരു വോയിഡ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്, എംപ്റ്റി സ്പേസ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ട്രയാങ്കുലർ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് ഫോംഡ് ബൈ 4 സ്പിയേഴ്സ് when we join the center, since a tetrahedron is obtained, it is known as tetrahedral void. അതായത് 3 സ്പിയർ ഫസ്റ്റ് ലെയറിൽ വെച്ചു, ആ 3 സ്പിയറിൻ്റെ വോയിഡിലായിട്ട് നമ്മൾ വേറൊരു സ്പിയറിനെ വെച്ചു. അപ്പം നമുക്ക് എന്തായാലും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഓൾറെഡി ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു സ്പിയർ മേലെ വെച്ചെങ്കിലും. അപ്പോൾ പിന്നെ ഈ 4 സ്പിയേഴ്സിൻ്റെയും സെൻറ്റർ ജോയിൻ ചെയ്താൽ നമുക്കൊരു ടെട്രാഹീഡ്രനും കിട്ടുന്നുണ്ട്. സോ അതിനെ പറയുന്നതാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഇനി അടുത്തത് ഒക്ടാഹീഡ്രൽ വോയിഡ്. എ വോയിഡ് ഫോംഡ് ബൈ 6 സ്പിയേഴ്സ് ആൻഡ് വെൻ വി ജോയിൻ ദ സെൻറ്റർ സിൻസ് ഒക്ടാഹീഡ്രൻ ഇസ് ഒബ്റ്റെയിൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് ഒക്ടാഹീഡ്രൽ വോയിഡ്. അതായത് നമ്മൾ 3 സ്പിയേഴ്സ് ആദ്യത്തെ ലെയറിൽ വെച്ചു, ഇനി ഈ 2 സ്പിയേഴ്സിൻ്റെ ഇടയിലായിട്ട് ഈ സ്പിയറിനെ വെച്ചു, ഈ 2 സ്പിയേഴ്സിൻ്റെ ഇടയിലായിട്ട് ഈ സ്പിയറിനെ വെച്ചു, ഈ 2 സ്പിയേഴ്സിൻ്റെ ഇടയിലായിട്ട് ഈ സ്പിയറിനെ വെച്ചു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 സ്പിയേഴ്സ് ഉണ്ട്. അവരുടെ ഇടയിലൊരു വോയിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സെൻറ്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത ഒരു ഒക്ടാഹീഡ്രൻ കിട്ടും. അതുകൊണ്ടാണ് ആ വോയിഡിനെ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യൂബിക് വോയിഡ്. എ വോയിഡ് ഫോം ബൈ 8 സ്പിയേഴ്സ്. 8 സ്പിയേഴ്സ് കൂടി ഉണ്ടാക്കുന്ന വോയിഡിനെയാണ് ക്യൂബിക് വോയിഡ് എന്ന് പറയുക. ഇനി അടുത്തത് ലൊക്കേറ്റിംഗ് ടെട്രാഹീഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ വോയിഡിനെയും ഒക്ടാഹീഡ്രൽ വോയിഡും എവിടെയാണ് എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. In the 2D arrangement, there is only one type of void, which is triangular. 2D arrangement നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ടൈപ്പ് ഓഫ് void ഉണ്ടാവുള്ളൂ, അതാണ് triangular void. In 3D arrangement, there are 2 types of voids, tetrahedral void and octahedral void. പക്ഷെ 3D arrangement എടുത്ത് നോക്കിയാൽ അവിടെ 2 ടൈപ്പ് void ഉണ്ടാവും. ഒന്ന് tetrahedral voidും രണ്ടാമത്തെ octahedral voidും. ഇനി നമുക്ക് എങ്ങനെയാണ് tetrahedral voidനെ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കാം. Consider a unit cell of FCC arrangement. അതായത് FCC അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് സെല്ലിനെ കൺസിഡർ ചെയ്യാം. ദിസ് യൂണിറ്റ് സെൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു 8 സ്മോൾ ക്യൂബ്സ്. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിനെ നമ്മൾ 8 ചെറിയ ക്യൂബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈച്ച് ഓഫ് ദീസ് ക്യൂബ്സ് ഹാസ് എ ആറ്റംസ് അറ്റ് ദി ഓൾട്ടർനേറ്റ് കോർണേഴ്സ്. അതായത് ഓരോ ക്യൂബിനും അതിൻ്റെ കോർണേഴ്സിലായിട്ട്, ഓൾട്ടർനേറ്റ് കോർണേഴ്സിലായിട്ട് ഓരോ ആറ്റംസ് ഉണ്ട്. ദാറ്റ് ഇസ് ഈച്ച് ക്യൂബ് കണ്ടെയ്ൻ 4 ആറ്റംസ്. അപ്പോൾ ഓരോ ക്യൂബിനും 4 ആറ്റങ്ങൾ ഉണ്ടാവും. ദർ ഇസ് എ വേക്കൻറ്റ് സ്പേസ് or void at the center of each small cube which is surrounded by 4 atoms. അപ്പോൾ ഓരോ ചെറിയ ക്യൂബിൻ്റെ സെൻറ്ററിലായിട്ട് ഓരോ സ്പേസ് അല്ലെങ്കിൽ വോയിഡ് ഒക്കെ ഉണ്ട്. ആ വോയിഡിനെ സറൗണ്ട് ചെയ്തിട്ട് 4 ആറ്റങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോ ചെറിയ ക്യൂബിലും അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്ത് 4 ആറ്റങ്ങളുണ്ട്. When we join the center, since a tetrahedron is obtained, this void is known as tetrahedral void. അപ്പോൾ നമ്മൾ ഈ 4 ആറ്റത്തിൻ്റെ സെൻറ്റർ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്കൊരു ടെട്രാഹീഡ്രൻ കിട്ടുന്നതുകൊണ്ട് ആ വോയിഡിനെ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് വിളിക്കും.
Therefore, each cube has one tetrahedral void and hence a total of 8 tetrahedral voids are present in one unit cell. അപ്പോൾ ഓരോ ക്യൂബിനും ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് എങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ എത്തേണ്ടത് 8 ചെറിയ ക്യൂബ്സ് ആണ്. അപ്പോൾ നമുക്ക് 8 ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഒരു യൂണിറ്റ് സെല്ലിൽ കിട്ടും. കാരണം എന്താ, നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനെ 8ആയി ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഓരോ ക്യൂബിലും ഓരോ ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടെങ്കിൽ 8 ക്യൂബിൽ എത്ര എണ്ണം ഉണ്ടാവും? 8 ടെട്രാഹീഡ്രൽ വോയിഡ് അല്ലേ. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ FCC എന്ന് പറഞ്ഞാൽ 4. നമ്മൾ പറഞ്ഞു ഒരു ക്യൂബിൻ്റെ ഓൾട്ടർനേറ്റ് കോർണേഴ്സിലായിട്ടാണ് ആറ്റംസ് ഇരിക്കുക. അപ്പോൾ ഒരു ക്യൂബിന് ഉണ്ടാവുക 4 ആറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് FCCയിലാണ് നമ്മൾ ഈ യൂണിറ്റ് സെല്ലിനെ അറേഞ്ച് ചെയ്തേനെ. സോ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ FCC എന്ന് പറഞ്ഞാൽ 4 ആണ്. ടെട്രാഹീഡ്രൽ വോയിഡ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 8 എന്നല്ലേ, അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര ഉണ്ടോ അതിൻ്റെ ട്വൈസ് ആണ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്, അതായത് 8. ഇനി അടുത്തത് ലൊക്കേറ്റിംഗ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. ഒക്ടാഹീഡ്രൽ വോയിഡ്സിനെ ലൊക്കേറ്റ് ചെയ്യാം. കൺസിഡർ എൻ FCC ലാറ്റിസ്. അപ്പോൾ നമ്മൾ ഇവിടെയും FCC ലാറ്റിസ് തന്നെയാണ് യൂസ് ചെയ്യണേ. ദ ബോഡി സെൻറ്റർ ഓഫ് ദ ക്യൂബ് ഇസ് നോട്ട് ഒക്യുപ്പൈഡ്. ഇവിടെ നമ്മൾ ക്യൂബിൻ്റെ ബോഡി സെൻറ്റർ എടുക്കണില്ല കേട്ടോ. ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ 6 atoms at the face center. അപ്പോൾ ഈ ക്യൂബിനെ ചുറ്റി ഫേസ് സെൻറ്ററിലായിട്ട് 6 ആറ്റംസ് ഉണ്ട്. When these are joined, a regular octahedron is obtained. അപ്പോൾ ഈ 6 ആറ്റത്തിനെ ജോയിൻ ചെയ്തതിൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്താൽ നമുക്കൊരു റെഗുലർ octahedron കിട്ടണമുണ്ട്. There is an octahedral void at the center of the cube. അപ്പോൾ അവിടെ ഒരു octahedral void വരും. Besides the body center, there is an octahedral void at the center of 12 edges. അപ്പോൾ ബോഡി സെൻറ്ററിലല്ലാണ്ട് നമുക്ക് ഓരോ 12 എഡ്ജസ് ഉണ്ടല്ലോ. അപ്പോൾ 12 എഡ്ജസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ 6 സ്പിയേഴ്സ്. അപ്പോൾ അതിനെ ചുറ്റി 6 സ്പിയേഴ്സ് ഉണ്ട്. സിൻസ് a particle at the edge center is shared between 4 unit cells, similar will be the case with void. അതായത് ഒരു പാർട്ടിക്കിൾ അതിൻ്റെ എഡ്ജ് സെൻറ്ററിൽ ഷെയർ ചെയ്യപ്പെടുക 4 യൂണിറ്റ് സെൽസ് ആയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വോയിഡിൻ്റെ കേസും വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ്, അതായത് ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം പ്ലസ് 12 ഇൻറ്റു 1/4, അതായത് 12 എഡ്ജസ്റ്റിലായിട്ട് 12 ആറ്റംസ് ഉണ്ടാവുമല്ലോ, ഓരോ ആറ്റംസ് ഉണ്ടാവുമല്ലോ. സോ 12 ഇൻറ്റു 1/4, അതായത് യൂണിറ്റ് സെൽസ് ആയിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ഷെയർ ചെയ്യുകയാണെന്ന് എമൗണ്ട് എത്രയാവും? 1/4. സോ 12 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ 3 + 1 4. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് നമുക്ക് കിട്ടണത്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ FCC എന്ന് പറയുമ്പോൾ 4. FCC ഇവിടെ FCC അറേഞ്ച്മെൻറ്റ് തന്നെയാണ് നമ്മൾ എടുക്കണേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 തന്നെയാണ് അല്ലേ. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു 4. ഒക്ടാഹെഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം തന്നെയാണ്, അതായത് 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് ഇത്രയും മനസ്സിലാക്കാം. അതായത് FCC ലാറ്റിസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 1 യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 4. ടെട്രാഹീഡ്രൽ വോയിഡ്സ് അതിൽ ഉണ്ടാവുക 2 ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ 4 പാർട്ടിക്കിൾസ് ആണ് എടുക്കണമെങ്കിൽ നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞത് 8 ആവും. ഇനിയിപ്പോൾ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ്, അതായത് 4 തന്നെ. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 ആണെങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആവും, അതായത് ഡബിൾ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് തുല്യമാണ്. സോ 4 തന്നെയാണ്. ഇതാണ് ഷോർട്ടാക്കിയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ കേസസിലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 1 യൂണിറ്റ് സെൽ 4 ആവണമെന്നില്ല. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് ഇൻ FCC ലാറ്റിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് ചില സമയത്ത് പ്രൂവ് ചെയ്യാനും എഫിഷ്യൻസി കാണിക്കാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് പഠിക്കുക. കൺസിഡർ എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് വിത്ത് എഡ്ജ് ലെങ്ത് A ആൻഡ് റേഡിയസ് ഓഫ് ദ സ്പിയർ R. അതായത് നമ്മൾ FCC ലാറ്റിസ് എടുക്കുകയാണ്, അതിൻ്റെ എഡ്ജ് ലെങ്ത് Aയും റേഡിയസ് R ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്പിയർ എന്ന് പറയുന്നത് ഈ ആറ്റത്തിൻ്റെ ഷേപ്പാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ക്യൂബാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ, ഈ ലെങ്ത്തുകൾ AB BC എന്നൊക്കെ പറയുന്നതാണ് എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് A ആണ്. റേഡിയസ് ഓഫ് ദ സ്പിയർ, അതായത് ഈ സ്പിയർ, ഈ ഒരു ആറ്റം, അതിനെ നമ്മളിങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ഇൻ ട്രയാങ്കിൾ ABC, അതായത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ല AC സ്ക്വയർ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ, AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB എന്ന് പറഞ്ഞാൽ A അല്ലേ, സോ A സ്ക്വയർ പ്ലസ് BC എന്ന് പറഞ്ഞാൽ A അല്ലേ, പ്ലസ് A സ്ക്വയർ. അപ്പോൾ 2A സ്ക്വയറിന് കിട്ടും. ഇനി AC നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റൂട്ട് എടുത്താൽ പോരെ, സ്ക്വയർ കളഞ്ഞാൽ പോരെ. അപ്പോൾ AC ഈസ് ഈക്വൽ ടു √2A എന്നാവും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്പിയറിൻ്റെ കേസ്. സ്പിയറിൻ്റെ കേസ് നോക്കുമ്പോൾ
നമ്മൾ ഈ ഒരു ഡയഗണൽ കൺസിഡർ ചെയ്യുക, എ സി എന്ന് പറഞ്ഞ ഡയഗണൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്പിയേഴ്സ് ആണ് ഉള്ളത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്തടുത്താണ് കേട്ടോ ഇരിക്കണേ. നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ശരിക്കും പറഞ്ഞാൽ ആറ്റംസ് അടുത്തടുത്താണ് ഇരിക്കുക, സോളിഡ് സ്റ്റേറ്റ് അല്ലേ, ആറ്റംസ് എല്ലാം അടുത്തടുത്താണ് ഇരിക്കുക അട്രാക്ഷൻ കാരണം. അപ്പോൾ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ 3 സ്പിയേഴ്സ് ഉണ്ടാവും അല്ലേ. ഒരെണ്ണത്തിൻ്റെ റേഡിയസ് ആർ, ഇത് ഒരു ഫുൾ സർക്കിളാണ് അല്ലേ, അപ്പോൾ 2r എന്നാവില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു ഹാഫ് ഉള്ളു, അപ്പോൾ ആർ. അപ്പോൾ r + 2r + r എന്ന് പറയുന്നത് എ സി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ 4r = √2a എന്നാവും. r = √2a/4 എന്നായില്ലേ. ഇതാണ് FCCയുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഡയറക്റ്റ് ചോദിക്കാം, അതായത് FCCയുടെ റേഡിയസ് കാണാൻ പറഞ്ഞിട്ട് ബാക്കിയെല്ലാം തന്നിട്ടുണ്ടാവും, എഡ്ജ് ലെങ്ത്തും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ FCC ലാറ്റസിലെ എഫിഷ്യൻസി ഓഫ് പാക്കിങ്ങിൽ വരുന്നതാണ് ഈ റേഡിയസിൻ്റെ ഇക്വേഷൻ, റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള ഇക്വേഷൻ. അപ്പോൾ FCCക്ക് ആണെങ്കിൽ r = √2a/4, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം a/2√2, അതും സെയിം അല്ലേ. അതായത് 4നെ നമ്മൾ എങ്ങനെ എഴുതാം, √2 × √2 × √2 × √2, 4 പ്രാവശ്യം √2 ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു റൂട്ടും കട്ട് ചെയ്തൂടെ, മേലത്തെ ഒരു റൂട്ടും താഴത്തെ ഒരു റൂട്ടും കട്ട് ചെയ്തൂടെ. അപ്പോൾ താഴെ എന്ത് വരും, 3 √2 വരും അല്ലേ. അതിൽ √2 × √2 എന്ന് പറഞ്ഞാൽ എന്താ, 2 അല്ലേ. അപ്പോൾ 2√2, അങ്ങനെ a/2√2 എന്ന് നമുക്ക് എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ തൽക്കാലം ഇത് മതി. ഇനി അടുത്തത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ FCC യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 എടുത്തു. അപ്പോൾ വോളിയം ഓഫ് ഈച്ച് സ്പിയർ എന്ന് പറഞ്ഞാൽ 4/3 πr³ അല്ലേ. സ്പിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. ഹെൻസ് ദ വോളിയം ഓഫ് 4 സ്പിയേഴ്സ് എന്തായിരിക്കും, 4 × 4/3 πr³ ആവില്ലേ. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ a³ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വോളിയം ഓഫ് 4 സ്പിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും, 4 × 4/3 πr³ a³ എന്നാവും. അതിൽ നമ്മൾ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. r നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, √2a/4 അല്ലേ. അപ്പോൾ ഈ r³ അവിടെ √2a/4 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 × 4/3 π × r³ പകരം √2a/4 ഹോൾ³ എന്ന് ഇടുക. അപ്പോൾ എന്ത് കിട്ടും, 2√2a³ / 64 എന്ന് കിട്ടും, × 1/a³. അത് ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഇതൊക്കെ കൂടിയാൽ നമുക്ക് കിട്ടുക 0.74 × 100 ആണ്. സോ അതിന് 74% എന്ന് എടുക്കുക. എഫിഷ്യൻസി അല്ല, പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജിലാണ് പറയാം. നമ്മുടെ FCC ലാറ്റസിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 74% ആണ്. HCPയിലായാലും പാക്കിംഗ് എഫിഷ്യൻസി 74% തന്നെയാണ്. എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദി പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദി പാർട്ടിക്കിൾസ്, അങ്ങനെയും പറയാം കേട്ടോ. അതായത് പാർട്ടിക്കിൾസ് മൊത്തം വോള്യത്തിൽ ആ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന പെർസെൻറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ എത്രയാണ്, അതിനെയാണ് എഫിഷ്യൻസി ഓഫ് പാക്കിംഗ് എന്ന് പറയുക. അത് FCCയിലും HCPയിലും 74% ആണ്. ഇനി നമുക്ക് BCC നോക്കാം. Efficiency of packing in BCC lattice. Consider a BCC lattice with edge length A and radius of the sphere R. BCC കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഫേസ് അല്ല കൺസിഡർ ചെയ്യുക. നമ്മൾ എന്തുകൊണ്ടാണ് FCC ലാറ്റസിൽ നമ്മൾ ഇവിടെ ഒരു ആറ്റം കൊടുത്തത്, കാരണം ഓരോ ഫേസിൻ്റെ സെൻറ്ററിലാണ് അല്ലേ. നമ്മൾ FCC ലാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ പാർട്ടിക്കിളും ഒക്യുപ്പൈ ചെയ്യുക കോർണേഴ്സിലും പ്ലസ് ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും. അപ്പോൾ നമ്മളവിടെ ഒരു ഫേസ് കൺസിഡർ ചെയ്തുള്ളൂ. അതുപോലെ ഇവിടെയും, ഇവിടെ ബോഡി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവും, ഒപ്പം ബോഡിയുടെ സെൻറ്ററിൽ, യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡയഗണലിൽ പോവുക AD എന്നാണ്. ഇതിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എയും റേഡിയസ് എന്ന് പറഞ്ഞാൽ ആറും. അപ്പോൾ ഇനി ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AC² = AB² + BC². നമുക്കറിയാം അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. AC² = AB² + BC² എന്തായിരുന്നു, 2A². അതുപോലെ ADC കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ. അപ്പോൾ AD² = AC² + DC² എന്ന് എഴുതി കൂടെ. അതായത് AC² നമ്മൾ കണ്ടുപിടിച്ച് 2A² ആണ്, പിന്നെ DC എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പോൾ DC² എന്ന് പറയുമ്പോൾ A² ആവില്ലേ. അപ്പോൾ 2A² + A² = 3A². ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ BCC നോക്കുകയാണെങ്കിൽ 2 അല്ലേ. അപ്പോൾ വോളിയം ഓഫ് ഈച്ച് സ്പിയർ എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അപ്പോൾ വോളിയം ഓഫ് 2 സ്പിയർ എന്തായിരിക്കും, 2 × 4/3 πr³. അപ്പോൾ ടോട്ടൽ വോളിയം നമുക്കറിയാം A³ ആണ്. സോ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് എന്താ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് ഒന്നും എഴുതാം കേട്ടോ, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് എന്തായിരിക്കും, വോളിയം ഓഫ് 2 സ്പിയേഴ്സ് ബൈ ടോട്ടൽ വോളിയം, അതായത് 2 × 4/3 πr³ A³. നമുക്ക് ഇവിടെ R കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 4R = √3a എന്ന് എഴുതണം. 4R എങ്ങനെ വന്നു, R ആ സ്പിയേഴ്സ് 3 കൂടി കാൽക്കുലേറ്റ് ചെയ്യുക, R + 2R + R. അങ്ങനെ 4R = √3a.
√3a നമുക്ക് കിട്ടുന്നത് AD² അല്ലേ. AD² AD മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക, അതായത് റൂട്ട് എടുക്കുക ആൻസറിൻ്റെ. അപ്പോൾ √3a എന്നാവില്ലേ, അതാണ് നമ്മളിവിടെ കൊടുത്തേണേ. സോ r = √3/4a എന്നാവും. അപ്പോൾ BCCയുടെ റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ r = √3/4a. ഇനി അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2 × 4/3π × √3a/4³ × 1/a³. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 0.68 × 100 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 68%. ഇനി അടുത്തത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക്കിൽ എങ്ങനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി വരിക? കൺസിഡർ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് വിത്ത് എഡ്ജ് ലെങ്ത് a ആൻഡ് റേഡിയസ് ഓഫ് സ്പിയർ r. അതായത് എഡ്ജ് ലെങ്ത് എയും റേഡിയസ് 6 ആണെന്ന് വിചാരിക്കാം. നമ്മുടെ സിമ്പിൾ ക്യൂബിക്കിൽ ഓരോ കോർണേഴ്സിലാണ് ആറ്റംസ് ഒക്യുപ്പൈ ചെയ്യുക. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. വോളിയം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. സോ 4/3πr³ × 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, × 1 അല്ലേ. അപ്പോൾ അതായത് 4/3πr³. ടോട്ടൽ വോളിയം എന്താ a³. സോ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് എന്താ 4/3πr³ × 1/a³. അതായത് 4/3πr³/a³ എന്ന് എഴുതുന്നതിന് പകരം എഴുതിയതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഇവിടെ ആറിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഭേദം നമ്മൾ എന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. എന് അല്ലെങ്കിൽ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ 2 പാർട്ടിക്കിൾസേ ഉള്ളൂ അല്ല, 2 സ്പിയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 6ഉം 6ഉം അല്ല കിട്ടുക. ഇതിൻ്റെ റേഡിയസ് 6, ഇതിൻ്റെ റേഡിയസ് 6. സോ a = 2r എന്ന് കിട്ടും, r = a/2 എന്ന് കിട്ടും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, a = 2r കൊടുക്കല്ലേ നല്ലത്. അപ്പോൾ 2r³ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/3πr³ × 1/8r³ എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് π/6 കിട്ടും. 0.52 × 100 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരിക. ദാറ്റ് ഈസ് 52.4%. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 52.4%, BCCൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 68%, FCCൻ്റെയും HCPൻ്റെയും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 74%. ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റീനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ = മാസ് ഓഫ് യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതായത് യൂണിറ്റ് സെല്ലിൻ്റെ മാസ് ബൈ അതിൻ്റെ വോളിയം ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി കിട്ടില്ലേ. സോ ലെറ്റ് ദ എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ ഇസ് a പൈക്കോമീറ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ എഡ്ജ് ലെങ്ത് a ആയിട്ട് എടുക്കാം. പൈക്കോമീറ്ററിൽ എടുക്കാം കേട്ടോ. പൈക്കോമീറ്ററിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാം. 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻12 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻12 മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവേർഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ a പൈക്കോമീറ്റർ ഉണ്ടെങ്കിൽ a × 10⁻12 മീറ്റർ ആവില്ലേ. ഇനി ആ മീറ്ററിനെ സെൻറ്റിമീറ്ററൊക്കെ ആക്കുക എങ്ങനെയാണ്? × 10⁻2 അല്ലേ. അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻2. സോ ദാറ്റ് ഈസ് = a × 10⁻12 × 10⁻2 സെൻറ്റിമീറ്റർ. അപ്പോൾ a പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ a × 10⁻10 സെൻറ്റിമീറ്റർ കേട്ടോ. ഹെൻസ് ദ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് a³ ആണ്. ആ a കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a³ × 10⁻30 സെൻറ്റിമീറ്റർ³ എന്ന് കിട്ടും. വോളിയം കിട്ടി. ഇനി നമുക്ക് മാസ് കണ്ടുപിടിക്കണം. സോ മാസ് ഓഫ് യൂണിറ്റ് സെൽ = നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ഇൻറ്റു ഓരോ പാർട്ടിക്കിളിൻ്റെയും മാസ് അല്ലേ. സോ ലെറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബി z എന്നാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കുക. സോ മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ എന്താണ്? അറ്റോമിക് മാസ് ബൈ അവഗാഡ്രോ നമ്പർ അല്ലേ, ക്യാപിറ്റൽ M/NA. അപ്പോൾ നമ്മളിതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഡെൻസിറ്റിയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. സോ റോ = z × m. കാരണം എന്താ? നമ്മൾ മാസ് ബൈ വോളിയം എന്നല്ല എഴുതുന്നത്. സോ മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് z എടുത്തു, മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ M/NA ആണ്. അപ്പോൾ z × m/NA ഇൻറ്റു നമുക്ക് വോളിയം എന്ത് കിട്ടി? a³ × 10⁻30 g/cc. cc എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻറ്റിമീറ്റർ³ അല്ലെങ്കിൽ മില്ലിലിറ്ററിന് ഈക്വൽ ആണ്. സോ ഡെൻസിറ്റീന് ഇവിടെ യൂണിറ്റ് വരിക g/cc ആണ്. ഇനി അടുത്തത് ഡിഫക്ട്സ് ഓഫ് ക്രിസ്റ്റൽ. ക്രിസ്റ്റൽസിൽ ഉണ്ടാകുന്ന ചില ഡിഫക്ട്സ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഡിഫക്ട്സിൻ്റെ ഡെഫിനിഷൻ? ഡിഫക്ട്സ് ആർ ദ ഡീവിയേഷൻ ഫ്രം ദ പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് ഇൻ എ ക്രിസ്റ്റൽ. അതായത് ക്രിസ്റ്റലിൽ ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെയും അയോൺസിൻ്റെയും അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ്സിൽ ചില ഡീവിയേഷൻസ് വരാം. അപ്പോൾ അതിനെയാണ് ഡിഫക്ട്സ് എന്ന് വിളിക്കുക. അത് 2 ടൈപ്പ് ഉണ്ട്, പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും.
If the deviation or irregularity from the ideal arrangement is around an atom, a point, it is known as point effect. അതായത് ആ ഡീവിയേഷൻ ഐഡിയൽ അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ള ആ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന് ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റിപ്പറ്റിയാണെങ്കിൽ അതാണ് പോയിന്റ് ഇഫക്റ്റ്. If the deviation from the ideal arrangement is across a row or a line in a crystal, it is known as line defect. അതായത് ഐഡിയൽ അറേഞ്ച്മെൻറ്റ് എന്നുള്ള ഡീവിയേഷൻ ഒരു റോയിലോ ലൈനിലോ ആണ് ചുറ്റിപ്പറ്റി നിൽക്കണമെങ്കിൽ ആ ഡിഫക്റ്റിനെയാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയാം. Point defects are divided into stoichiometric point defect, non-stoichiometric point defect, impurity defect. അപ്പോൾ പോയിന്റ് ഡിഫക്ട്സിന് തന്നെ നമ്മൾ 3 തരം തിരിച്ചിട്ടുണ്ട്: സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇതിൽ സ്റ്റോഷിയോമെട്രിക്കും നോൺ സ്റ്റോഷിയോമെട്രിക്കും മിസ്സിങ് അല്ലെങ്കിൽ മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അയോൺസ് വഴിയാണ് ഉണ്ടാവുന്നത്. അയോൺസ് മിസ്പ്ലേസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ മിസ് ചെയ്യപ്പെടുക ഉണ്ടാവുന്നത് വഴിയാണ് ഈ 2 ഡിഫക്ട്സും ഉണ്ടാവുന്നത്. ഏതൊക്കെ 2 ഡിഫക്ട്സ്? സ്റ്റോഷിയോമെട്രിക്കും നോൺ സ്റ്റോഷിയോമെട്രിക്കും. ഇനി അവരെന്താന്ന് നോക്കാം. സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ്, ഇൻട്രൻസിക് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ദ ഡിഫക്റ്റ് വിച്ച് വിൽ നോട്ട് എഫക്ട് ദ സ്റ്റോഷിയോമെട്രി ആർ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ്. സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രീനെ എഫക്ട് ചെയ്യാത്തത്, അതായത് കാറ്റയോൺ ആനയോൺ റേഷ്യോനെ എഫക്ട് ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ സ്റ്റോഷിയോമെട്രി എപ്പോഴും ഒരേപോലെ തന്നെ ഇരിക്കും. ദ റേഷ്യോ ബിറ്റ്വീൻ കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ സെയിം ആസ് ദാറ്റ് അക്കോർഡിംഗ് ടു ഫോർമുല. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രീനെ എഫക്റ്റ് ചെയ്യാത്ത ഡിഫക്റ്റ് കേട്ടോ, തെറ്റിക്കരുത്. സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഇനി സ്റ്റോഷിയോമെട്രിക്കിനെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും. ആദ്യം നമുക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് നോക്കാം. ഇൻ ഷോർട്ട് കീ ഡിഫക്റ്റ്, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദി ക്രിസ്റ്റൽ ലാറ്റസ്. ഷോർട്ട് കീ ഡിഫക്റ്റ് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റസിന് എത്ര നമ്പർ ഓഫ് കാറ്റയോൺസ് ആണോ മിസ്സായ അത്ര നമ്പർ ഓഫ് ആനയോൺസും ആ ക്രിസ്റ്റൽ ലാറ്റസിൽ നിന്ന് മിസ്സായി ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുക. ഡ്യൂ ടു ദ മിസ്സിംഗ്, ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ഡിക്രീസസ്. അതായത് കുറച്ച് നമ്പർ ഓഫ് കാറ്റയോൺസും കുറച്ച് ആനയോൺസും തമ്മിൽ ആ ക്രിസ്റ്റലിൽ നിന്ന് മിസ്സിങ് ആയാൽ ഡെൻസിറ്റി കുറയില്ലേ? കാരണം എന്താ? ആ കാറ്റയോൺസിന് ആനയോൺസിന് ഉണ്ടായിരുന്ന മാസ് കുറയാണ്. അവർ പോകുമ്പോൾ അവരുടെ മാസ് ഇല്ലാണ്ടാവും അല്ലേ? അപ്പോൾ ആ ക്രിസ്റ്റലിലുള്ള ഡെൻസിറ്റി കുറയില്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഡിഫക്റ്റ് ഇസ് എക്സിബിറ്റഡ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് ഹൈ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ കൂടുതലുള്ളവർക്കാണ് ഈ ഡിഫക്റ്റ് വരിക. ദ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ നിയർലി സെയിം. അപ്പോൾ ഇവിടെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിൽ അറിയേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനയോൺസും ആണ് ക്രിസ്റ്റൽ ലാറ്റസിൽ നിന്ന് മിസ്സിങ് ആവുക. ഈ മിസ്സിങ് കാരണം ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റി കുറയും. അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈ കോർഡിനേഷൻ നമ്പർ ഉള്ള കമ്പൗണ്ട്സ് ആണ് ഈ ഡിഫക്റ്റ് കാണിക്കുക. ഇവിടെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസ് നിയർലി സിമിലർ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ ഷോർട്ട് കീ ഡിഫക്റ്റിൽ. കാരണം നിങ്ങൾക്ക് ഷോർട്ട് കീയും ഫ്രെങ്കലും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാൻ വരാറുണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കും അതിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റിൽ അല്ലെങ്കിൽ ഫ്രെങ്കൽ ഡിഫക്റ്റിലുള്ളത്, അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റസ്, ഇങ്ങനെ വരുന്ന ഡിഫക്റ്റ് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഇതിനുള്ള ഒരു കണ്ടീഷൻസ്: സൈസ് ഓഫ് കാറ്റയോൺ ആനയോൺ നിയർലി സെയിം ആവണം. ആരാണിത് കാണിക്കുക? കോർഡിനേഷൻ നമ്പർ കൂടുതലുള്ളവർ. അപ്പോൾ ഈ എല്ലാ പോയിന്റ്സും അറിഞ്ഞു വയ്ക്കാം. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ NaCl, KCl, CSCl അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. AgBr ആണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്രിസ്റ്റൽ എടുക്കാം. ഈ ക്രിസ്റ്റലിൽ A+B- A+B- അങ്ങനെ പറഞ്ഞിട്ട് പോണേ. അപ്പോൾ നമുക്കിവിടെ കാണാം ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു B- മിസ്സിംഗ് ആണ്. അതുപോലെ സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു A+ മിസ്സിംഗ് ആണ്. അപ്പോൾ ഒരു A+ഉം ഒരു B- ആണ് മിസ്സിംഗ് ആയത്. സെയിം നമ്പർ ഓഫ് കാറ്റയോണും ആനയോണാണ് മിസ്സിംഗ് ആയത്. അപ്പോൾ ഈ രണ്ടെണ്ണം ഇല്ലാത്തതിൻ്റെ കുറവ് എന്തായാലും ക്രിസ്റ്റൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ഡെൻസിറ്റി കുറയണേ. പക്ഷേ ഇവരുടെ സൈസ് നിയർലി സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഇൻ ദിസ് ഡിഫക്റ്റ് an ion, generally cation, moves from its normal position to the nearby interstitial void. അതായത് ഈ ഡിഫക്റ്റിൽ സാധാരണ ഒരു കാറ്റയോൺ ആണ് അതിൻ്റെ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യുക. അതായത് അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അത് അടുത്തുള്ള വോയിഡിലേക്ക് പോകും. സിൻസ് ദർ ഇസ് ഓൺലി മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് അയോൺ, ഡെൻസിറ്റി റിമെയിൻസ് ദ സെയിം. അപ്പോൾ ഇവിടെ മിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ആ ക്രിസ്റ്റലിൽ ആ അയോൺ ഉണ്ട്, കാറ്റയോൺ ഉണ്ട്, പക്ഷെ അത് മിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് അതിൻ്റെ പൊസിഷനിലല്ല ഇരിക്കണേ. സോ ഡെൻസിറ്റി മാറുന്നില്ല. കാരണം എന്താ? ആ കാറ്റയോൺ മിസ്സിങ് അല്ല, അവിടെ ഇല്ലാണ്ടിരിക്കണില്ല, അത് അതിൻ്റെ പ്ലേസിൽ നിന്ന് കുറച്ച് മിസ്പ്ലേസ്ഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഡിഫക്റ്റ് ഇസ് എക്സിബിറ്റഡ് ബൈ കോമ്പൗണ്ട്സ് വിത്ത് ലോ കോർഡിനേഷൻ നമ്പർ.
കോർഡിനേഷൻ നമ്പർ കുറവുള്ള കമ്പൗണ്ട്സ് ആണ് ഈ ഡിഫക്റ്റ് കാണിക്കുക. ദർ ഷുഡ് ബി ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ കാറ്റയോൺ ആൻഡ് ആനയോൺ. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റിലെ കാറ്റയോണും ആനയോണും തമ്മിൽ നല്ല സൈസ് ഡിഫറൻസ് വേണം. ദ കാറ്റയോൺ ഷുഡ് ബി സ്മോൾ ഇനഫ് സോ ആസ് ടു അക്കോമഡേറ്റ് ഇൻ ദി വോയിഡ്. അതായത് വോയിഡിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വോയിഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ചെറുതായിരിക്കും അല്ലേ. സോ ആ വോയിഡിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റയോണിൻ്റെ സൈസും ചെറുതാവേണ്ടേ. സാധാരണ മൂവിയ കാറ്റയോൺ ആണെന്ന് പറഞ്ഞു അല്ലേ ഫ്രെങ്കൽ ഡിഫക്റ്റിൽ. അപ്പോൾ അത് പോയിട്ട് വോയിഡിലിരിക്കണമെങ്കിൽ അതിന് ഫിറ്റ് ആവണ്ടേ. സോ അതിൻ്റെ സൈസ് ചെറുതായിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ലോക്കൽ ഡിഫക്റ്റ്. അതായത് അതിൻ്റെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണതുകൊണ്ട് അതിനെ ഡിസ്ലോക്കൽ ഡിഫക്റ്റ് എന്നും പറയാറുണ്ട്. AGCL, AGBR, AGI, ZNS ഇവരൊക്കെയാണ് എക്സാമ്പിൾ. അതിൽ AGBR നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷോർട്ട് കീയിലും ഫ്രെങ്കലിലും ഒരേപോലെ എക്സിബിറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് AGBR. സോ AGBR എക്സിബിറ്റ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. Solid having these effect conduct electricity due to the presence of holes, stability of crystal decreases. അപ്പം ഈ ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡ്സ് എല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണവരായിരിക്കും. കാരണം എന്താ, ഇവിടെ ഒരു മൂവ്മെൻ്റ് ആണ് നടക്കുന്നത് അല്ലേ, ഒരു അയോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. സോ ഇങ്ങനത്തെ ഡിഫക്ട്സ് കാണിക്കുന്ന സോളിഡ്സ് എല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇനി ഇവിടെ ഹോൾസ് ഉണ്ട് അല്ലേ, ഇതിൻ്റെ പൊസിഷനിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ ഈ A+ എന്ന് പറയുന്നതാണ് കാറ്റയോൺ നമ്മുടെ. അപ്പോൾ ആ കാറ്റയോൺ മിസ്പ്ലേസ്ഡ് ആയിട്ടിരിക്കുകയാണ്, വോയിഡിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹോൾ അവിടെ പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റെബിലിറ്റി കുറയും ക്രിസ്റ്റലിൻ്റെ. ഇനി അടുത്ത് നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ദ ഡിഫക്റ്റ് വിച്ച് വിൽ എഫക്ട് ദ സ്റ്റോഷിയോമെട്രി ഇസ് നോൺ ആസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതായത് അതിൻ്റെ സ്റ്റോഷിയോമെട്രി കാറ്റയോണിൻ്റെ ആനയോണിൻ്റെ റേഷ്യോനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുക. അത് 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ എക്സസും മെറ്റൽ ഡെഫിഷ്യൻസിയും. മെറ്റൽ എക്സസിന് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബൈ ആനയോൺ വേക്കൻസിയും ബൈ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി വോയിഡും. അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് പറയണമെങ്കിൽ മെറ്റൽസ് സാധാരണ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും അല്ലേ. സോ ആനയോണിൻ്റെ വേക്കൻസി, അതായത് നെഗറ്റീവ് ചാർജസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ്, അത് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ്. പിന്നെ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി വോയിഡ്, അതായത് ഒരു പോസിറ്റീവ് ചാർജ് കൂടിയതിൻ്റെ പ്രശ്നം. അതുകൊണ്ടല്ലേ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ആനയോൺ വേക്കൻസി എന്താ നോക്കാം. ഇംപ്യൂർ NaCl ഓർ NaCl കണ്ടെയ്നിങ് എക്സസ് ഓഫ് Na ഇസ് യെല്ലോ ഇൻ കളർ. അതായത് ഇംപ്യൂർ ആയിട്ടുള്ള NaCl, വല്ല ഇംപ്യൂരിറ്റി ഉള്ള NaCl അല്ലെങ്കിൽ എക്സസ് Na ഉള്ള NaCl, ഇതൊക്കെ യെല്ലോ കളറിലായിരിക്കും. ദിസ് ഇസ് ഡ്യൂ ടു മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇതിന് കാരണക്കാരായിട്ടുള്ളത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്, ഫോംഡ് ബൈ ആനയോൺ വേക്കൻസി. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ആയതിൻ്റെ ഒരു പ്രശ്നമാണ്. അതും ആനയോൺ വേക്കൻസി കാരണം, ആനയോണിലുണ്ടാകുന്ന നെഗറ്റീവ് ചാർജിൻ്റെ ഒരു വേക്കൻസി കാരണമാണ് ഇങ്ങനത്തെ ഒരു ഡിഫക്റ്റ് വരുന്നത്. When a crystal of NaCl is heated in an atmosphere of Na metal, this Na will deposit over the surface of NaCl as Na+ ion, giving an electron. അപ്പോൾ നമ്മൾ Na ക്രിസ്റ്റലിനെ അറ്റ്മോസ്ഫിയറിൽ, Na മെറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ Na ഈ NaClൻ്റെ സർഫസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എങ്ങനെ? Na+ ആയിട്ട്. അപ്പോൾ Na+ ആകുമ്പോൾ അതൊരു ഇലക്ട്രോണും കൂടി റിലീസ് ചെയ്യും. അത് ഓർത്ത് വയ്ക്കുക. Consequently, one chloride ion moves from the crystal to the surface so as to combine with Na+ ion. അപ്പോൾ ഇങ്ങനെ NaClൻ്റെ സർഫസിലേക്ക് Na+ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ക്രിസ്റ്റലിലുള്ള Cl ക്ലോറൈഡ് അയോൺ ക്രിസ്റ്റലിൽ നിന്ന് ആ സർഫസിലേക്ക് മൂവ് ചെയ്യും. എന്തിനാണ് അങ്ങനെ മൂവ് ചെയ്യണേ? Na+ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. So for every Cl- ion moved, there is an anion vacancy. Stoichiometry is affected. അതായത് ഓരോ Cl- ion, ഇത് ഒരെണ്ണമല്ല കുറേ എണ്ണമാണ് ചെയ്യുക. സോ ഓരോ Cl- ionഉം ഇങ്ങനെ Na+ അയോണായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടി സർഫസിലേക്ക് പോകുമ്പോൾ അവിടെ ആനയോൺ വേക്കൻസി അല്ല ക്രിയേറ്റ് ആവണേ, അവിടെ ഒരു നെഗറ്റീവിൻ്റെ വേക്കൻസി ഉണ്ടാവും. അപ്പോൾ സ്റ്റോഷിയോമെട്രീനെ എഫക്റ്റ് ചെയ്യും അല്ല, കാറ്റയോൺ ആനയോൺ റേഷ്യോനെ എഫക്റ്റ് ചെയ്യും. ബട്ട് ഇറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പോൾ പക്ഷേ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് റിമൂവ്ഡ് ബൈ Na ആറ്റം ഒക്യുപ്പൈ ദീസ് വേക്കൻസീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞൂടെ Na+ ആവുമ്പോൾ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺസ് ആ Cl- പോകുന്ന ആ പ്ലേസില്ലേ അവിടെ കയറിയിരിക്കും. ദീസ് ട്രാപ്ഡ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് F centers or Faraday centers. അപ്പോൾ ഈ ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസിനെയാണ് F centers അല്ലെങ്കിൽ Faraday centers എന്ന് പറയാം. വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്പാർട്ടിംഗ് കളർ. അപ്പോൾ ഈ Faraday centers അല്ലെങ്കിൽ F centers ആണ് കളർ, ഓരോ പാർട്ടിക്കിളിന് ഓരോ മോളിക്യൂൾസിനും കളർ കൊടുക്കാൻ സഹായിക്കുന്നത് ഇവരാണ്. ഇൻ എക്സസ് NaClന് യെല്ലോ കളർ വരുന്ന പോലെ തന്നെ Liന്റെ പ്രസൻസിൽ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് പിങ്ക് കളർ വരും. KCl എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വയലറ്റ് കളർ വരും. ഓക്കെ, അപ്പോൾ അതിന് കാരണക്കാരെന്ന് പറയുന്നത് ഈ Faraday centers ആണ്. അത് ഇലക്ട്രോൺസ് ആണ്, ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോൺസ്.
ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ആനിയോൺ വേക്കൻസിയിലൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് NaClൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. സോ അത് പഠിച്ചിരിക്കണം, അതിൻ്റെ കളർ എന്താണെന്നും പഠിച്ചിരിക്കണം. സിമിലർലി LiClനും KClനും അതിൻ്റേതായിട്ടുള്ള കാറ്റയോൺസ് കൂടിയാലുള്ള പ്രശ്നം എന്താണെന്നും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ബൈ എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി വോയിഡ്. ഇനി വോയിഡിൽ കാറ്റയോൺ കുറച്ച് എക്സ്ട്രാ ആയാൽ എന്ത് സംഭവിക്കും നോക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഇസ് ഓൾസോ പോസിബിൾ വെൻ എൻ എക്സ്ട്രാ പോസിറ്റീവ് അയോൺ ഒക്യുപ്പൈസ് ദി വോയിഡ്. അതായത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുണ്ടാകും. ഒന്നല്ലെങ്കിൽ ആനയോൺ ഇല്ലാത്ത കാരണം, അല്ലെങ്കിൽ ഒരു മെറ്റൽ ഒരു പോസിറ്റീവ് അയോൺ എക്സ്ട്രാ ആയ കാരണം. സോ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എക്സ്ട്രാ കാറ്റയോൺ ഒരു വോയിഡിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻ ബൈ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ നിയർ ബൈ വോയിഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള വോയിഡ്സിലൊക്കെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വലി ഷെയർ ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ZnO ആണ്. ZnO ഇസ് വൈറ്റ്, ദാറ്റ് ഇസ് കളർലെസ്. ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡെവലപ്സ് എ യെല്ലോ കളർ. അപ്പോൾ ZnO സത്യം പറഞ്ഞാൽ വൈറ്റ് ആണ്, അല്ലെങ്കിൽ കളർലെസ് എന്നൊക്കെ പറയും. പക്ഷേ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു യെല്ലോ കളർ വരുന്നുണ്ട്. On heating, ZnO lose oxygen according to the equation. ZnO gives Zn2 plus half O2 plus 2 electron. അപ്പോൾ ZnO നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോണും റിലീസ് ചെയ്യുന്നുണ്ട്. Extra Zn plus ion thus formed will occupy the intrinsic position or void, and an equal number of electrons are supplying the nearby interstitial void. അതായത് നമുക്ക് എക്സ്ട്രാ ഈ ZnO ഹീറ്റ് ചെയ്യുമ്പോൾ Zn2 plus ആണ് കിട്ടണേ അല്ലേ? അത് ആ ഇൻട്രിൻസിക് പൊസിഷൻ അല്ലെങ്കിൽ വോയിഡിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആ വോയിഡിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. ഈ ഇലക്ട്രോണാണ് അതിന് യെല്ലോ കളർ കൊടുക്കാൻ സഹായിക്കുന്നത് ഓൺ ഹീറ്റിംഗ് വെൻ ZnO is heated. ഇനി അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്, which can occur in two ways, that is due to cation vacancy or extra anion in the interstitial void. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതായത് കാറ്റയോൺ വേക്കൻസിയും എക്സ്ട്രാ ആനയോൺ ഇൻ ഇൻഡസ്ട്രീഷ്യൽ വോയിഡും. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് അയോൺസ് ആണ്. സോ പോസിറ്റീവ് അയോണിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ കാറ്റയോണിൻ്റെ വേക്കൻസി, അതായത് പോസിറ്റീവ് അയോൺസിൻ്റെ വേക്കൻസി ആവാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു നെഗറ്റീവ് ചാർജ് ആ വോയിഡിൽ ഒക്യുപ്പൈ ചെയ്യണമുണ്ടാവാം അല്ലേ? അപ്പോൾ ഇതാണ് രണ്ട് പോസിബിലിറ്റീസ്. ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് കാറ്റയോൺ വേക്കൻസിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി ഓൺലി ബൈ ട്രാൻസിഷൻ മെറ്റൽസ് കേപ്പബിൾ ഓഫ് ഷോൺ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിന് മാത്രമേ ഇത് പറ്റുള്ളൂ. FeS, FeO, NiO ഒക്കെയാണ് എക്സാമ്പിൾസ്. FeS is known as fool's gold because of its shiny appearance. FeSനെ നമ്മൾ പറയുക ഫൂൾസ് ഗോൾഡ് എന്നാണ്, കാരണം അതിൻ്റെ ഷൈനിങ് അപ്പിയറൻസ് കാരണമാണ്, വിച്ച് ഇസ് ഡ്യൂ ടു മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് കാരണമാണ് അങ്ങനെ ഒരു ഷൈനി അപ്പിയറൻസ് വരുന്നത്, അല്ലാണ്ട് അത് ഗോൾഡ് ഒന്നല്ല. അതുകൊണ്ടാണ് ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. If we consider 3 Fe2 plus in the crystal, 1 Fe2 plus is missing from the crystal lattice. അതായത് നമ്മൾ 3 Fe2 പ്ലസിൻ്റെ ഒരു ക്രിസ്റ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഒരു Fe2 പ്ലസ് ക്രിസ്റ്റൽ ലാറ്റസ് നിന്ന് മിസ്സിംഗ് ആണ്. കോൺസിക്വൻ്റ്ലി ദി അതർ 2 ആർ ഓക്സിഡൈസ്ഡ് ടു Fe3 പ്ലസ് അയോൺസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാക്കി ഉള്ള 2 Fe2 പ്ലസ് ഓക്സിഡൈസ് ചെയ്ത് Fe3 പ്ലസ് ആവും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ അവർ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണ്ടേ? So at some other point, these electrons are captured by Fe3 plus and form Fe2 plus. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഇലക്ട്രോൺസിനെ Fe3 plus തന്നെ പിടിക്കും, എന്നിട്ട് Fe2 plus ആവും. So there is a transfer of electron inside the crystal that gives a shiny appearance. അപ്പോൾ അവിടെ ഇലക്ട്രോൺസിൻ്റെ ഒരു ട്രാൻസ്ഫർ വരുന്നുണ്ട്. എങ്ങനെ? Fe2 plus നിന്ന് ഓക്സിഡൈസ്ഡ് ആയി Fe3 plus ആകുമ്പോൾ ഇലക്ട്രോൺ ഫോം ചെയ്യണു. അത് കഴിഞ്ഞ് ഇലക്ട്രോൺസിനെ നമ്മൾ Fe3 plus തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മേടിക്കണു, ക്യാപ്ചർ ചെയ്യണു. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കണതുകൊണ്ടാണ് ഷൈനി അപ്പിയറൻസ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കുന്നത്, FeSനെ കേട്ടോ. ഇനി അടുത്തത് എക്സ്ട്രാ ആനയോൺ ഇൻ ദി വോയിഡ്. Since anions are larger in size, they cannot accommodate in the void, and hence metal deficiency defect due to anion in the void is of no practical case. അതായത് ആനിയോൺസ് എന്ന് പറഞ്ഞാൽ ലാർജർ സൈസിലുള്ളവരാണ്, അത് മനസ്സിലുറപ്പിക്കുക. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ സ്മോളർ സൈസും ആനിയോൺസ് എന്ന് പറഞ്ഞാൽ ലാർജർ സൈസുമാണ്. സോ ഈ വോയിഡിൽ ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ സ്മോളർ സൈസിലുള്ളവരല്ലേ പറ്റുള്ളൂ, അപ്പോൾ ആനിയോൺസിന് പറ്റില്ലല്ലോ. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ ഇൻ ദി വോയിഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ അല്ല. ഇനി അടുത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ആ ടോപ്പിക്ക് തൊട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം കേട്ടോ. സോ ടിൽ ദെൻ, താങ്ക് യു.